ഹലോ, വെൽക്കം ബാക്ക്. രാവിലെ 5:30 ജോഗിങ്ങിന് പോകാമെന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനെ കണ്ടില്ല. എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചാലോ? മോർണിംഗ് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഇതേ അതിഭയങ്കരമായ പാട്ടും ഡാൻസും. എന്താണെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാട്ടിന് താളം വെച്ച് ഡാൻസ് കളിച്ച് വരുന്നവരെല്ലാം ഈ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫുകളാണ്. കപ്പൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നടുക്കടലിലിരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഹലോ, ഹായ്. ഇന്ന് നമ്മൾ ഷിപ്പൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ റോയൽ കരീബിയൻ്റെ ആന്തം ഓഫ് ദ സീസിനെ നമ്മളൊന്ന് ഫുള്ളായിട്ട് കാണുന്നു. ഒഴുകി നടക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ഇന്ന് നമുക്ക് ഒന്നിച്ച് ഇത് മുഴുവനും ചുറ്റി നടന്ന് കാണാം. ഇത് 4th ഡെക്കാണ്. ഇവിടെ കംപ്ലീറ്റ് ഷോപ്സാണ്. ജ്വല്ലറീസ്, ബാഗ്സ്, സൺഗ്ലാസസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാം USD മാത്രമേ പേ ചെയ്യാൻ പറ്റൂ. അത് ഹൈ എൻഡ് പ്രൈസസുമാണ്. ഈ നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ 5th ഡെക്കാണ്. ഇവിടെയാണ് ഗസ്റ്റ് സർവീസ് ഏരിയ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇൻഫോം ചെയ്യാം. ഈ ഷിപ്പിൻ്റെ പല സ്ഥലങ്ങളിലായി പല പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. റോയൽ കരീബിയൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഇവിടെ ലൈവ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡിയൻസ് കുറച്ച് പേരൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിപ്പുണ്ട്. ഇതിൽ ഒരു സ്വിച്ച് ഇടുമ്പം പല ലൈറ്റ് കത്തും. കത്തി ഓഫായി അണ്ണാ. ഇത് കുറേ സ്വിച്ചസ് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്വിച്ചും ഒന്നും വർക്കാവില്ല. ഇവിടെ സുംബ ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കയറി. ഒരു ഇൻസ്ട്രക്ടർ നിന്ന് നമുക്ക് ഡയറക്ഷൻസ് തരുന്നുണ്ട്. ഡാൻസ് അറിയാത്തവരും തനിയെ കളിച്ചു പോകും. ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പലതരമുള്ള ഗെയിംസുകൾ ഇവിടെയുണ്ട്. ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ബാറ്റും ബോളും ഒക്കെ അവർ തന്നെ തരും. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, എല്ലാവർക്കും ഷൂസ് വേണം. ഇവനാണ് താരം, ബമ്പർ കാർസ്. ലോങ് ക്യൂ ആണ്. പക്ഷെ എത്ര ക്യൂ നിന്നിട്ടാണെങ്കിലും ഞങ്ങളിത് കയറി. അടുത്തതായിട്ട് ഹിപ്പ് ഹോപ്പ് ഡാൻസ് ആണ്. അതും നമ്മൾ വെറുതെ വിട്ടില്ല. ഇൻസ്ട്രക്ടറുടെ താളത്തിനനുസരിച്ച് ഞങ്ങളും ഹിപ്പ് ഹോപ്പ് ചെയ്യാൻ ശ്രമിച്ചു.
ഗെയിമിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ അതും കളിച്ചു. ഈ കൈപ്പത്തികളോട് ചേർത്ത് നമ്മുടെ കൈപ്പത്തി വയ്ക്കണം. അപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റിനനുസരിച്ച് ഈ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യും. ഇവിടെ റോയൽ തിയേറ്ററിൽ തമ്പോല പോലെ എന്തോ ഒരു കളി നടക്കുന്നു. അതും കാണാൻ കൂടെ കയറി നിന്നു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. കുറച്ചു നേരം അതൊക്കെ കണ്ടും കേട്ടും അവിടെ നിന്നു. നമ്മളിവിടെ കസിനോയിൽ എത്തിയിരിക്കുകയാണ്. കസിനോ റോയൽ. നോക്കാം എങ്ങനെയുണ്ടെന്ന്. നിറയെ ജനം ഇരുന്ന് ഗാംബ്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേര് കളിക്കുകയാണ്. ഇതാണ് കസിനോയുടെ ഒരു ഓവറോൾ വ്യൂ. കുറേ ആൾക്കാരിവിടെ ഗാംബ്ലിംഗ് ചെയ്യുന്നു. കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഇവിടെ സോഫാസും ഉണ്ട്. ഇതൊരു സൂപ്പർ സംഭവമാണ്. റോബോട്ട് മിക്സ് ചെയ്യുന്ന ബ്രാൻഡിക്കട. ഇവിടെ മനുഷ്യരുടെ ആവശ്യമില്ല. ഈ റോബോട്ട്സ് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു തരും. ഇതൊരു കപ്പലല്ലേ, അപ്പോൾ പങ്കായമില്ലാതെ പറ്റൂലല്ലോ. അതിൻ്റെ ഒരു മോഡലും അവിടെ വെച്ചിട്ടുണ്ട്. ഇത് വാട്ടർ സർഫിംഗ് ആണ്. വെള്ളം വളരെ ലിമിറ്റഡ് ഹൈറ്റിലേ ഉള്ളൂ, പക്ഷെ ഫോഴ്സ്ഫുള്ളായിട്ട് വേവ്സ് അവർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഒരു ഫ്ലോയിൽ, ഈ ഫോഴ്സ്ഫുൾ ഫ്ലോയിൽ തന്നെ നമ്മൾ ഇതിൽ നിന്നുകൊണ്ട് സർഫിംഗ് ചെയ്യണം. ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്, അതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ പോയതേയില്ല. ഷിപ്പിൻ്റെ കോമൺ ഏരിയാസ് ആണ്. ഇവിടെ എല്ലാം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നുള്ള ഏരിയ ആണ്. ഇവിടമൊക്കെ ഇഷ്ടംപോലെ റിക്ലൈൻഡ് ചെയേഴ്സും പിന്നെ സോഫാസും എല്ലാം ഉണ്ട്. ഒരു തിയേറ്ററിൽ തകർപ്പൻ DJ ഉണ്ടായിരുന്നു. പല തിയേറ്ററുകളിൽ പല പ്രോഗ്രാംസ് ഒരേ സമയം നടക്കുന്നുണ്ട്. ഫയർ വർക്ക്സ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് സ്ക്രീനിലാണെന്ന് മാത്രം, ഒറിജിനൽ അല്ല. സ്മോക്കേഴ്സിന് വേണ്ടി തന്നെയായിട്ടുള്ള ഏരിയ ആണിത്. ഷിപ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് സ്മോക്കിംഗ് അലൗഡ് അല്ല. ഇതെല്ലാം ലൈഫ് ബോട്ട്സ് ആണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇതിൽ കയറിയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഇതെല്ലാം ഷിപ്പിൻ്റെ ഔട്ട്സൈഡ് ഏരിയാസ് ആണ്. ഇത് ഓപ്പൺ എയർ ആണ്. ഭയങ്കര കാറ്റാണ്, പക്ഷെ അതിഭയങ്കര വ്യൂ ആണ്. ഇതൊരു സൂപ്പർ സംഭവമാണ്. ഇതിന് പറയുന്ന പേരാണ് നോർത്ത് സ്റ്റാർ. ഒരു വലിയൊരു ആമുണ്ട്. അതിൻ്റെ എൻഡിൽ ഗ്ലാസ് ക്യാപ്സ്യൂൾ പോലെ ഒരു ഏരിയ. ഇതിൽ കയറിയിരുന്നാൽ നമുക്ക് ഷിപ്പും കടലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇതാണ് സൊളേറിയം. പേര് പോലെ തന്നെ സണ്ണ് ഡയറക്റ്റായിട്ട് അടിക്കുന്ന സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ആംബിയൻസ് ആണ്, പക്ഷേ ഭയങ്കര ചൂടാണ്. ഷിപ്പിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം AC ആണ്, ഇത് മാത്രം AC അല്ല. ഇവിടെയും സ്വിമ്മിംഗ് പൂളുകളും റിക്ലൈൻ ചെയേഴ്സുണ്ട്, പിന്നെ ഒരു ബാർ ഏരിയയും ഉണ്ട്. പക്ഷേ ഈ ചൂട് കാരണമാണ് തോന്നുന്നു
ആൾക്കാർ വളരെ കുറവാണിവിടെ. അങ്ങനെ ഡാൻസും പാട്ടും ഫുൾ എൻ്റർടൈൻമെൻറ്റുമായിട്ട് 4 ദിവസം കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല.